ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങി. റിമാൻഡിൽ തുടരുന്ന ഇവർക്ക് വേണ്ടി SIT ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. 109 ഗ്രാം സ്വർണമാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് SIT കണ്ടെത്തിയത്. പണിക്കൂലിയായി കിട്ടിയതാണ് ഈ സ്വർണം എന്നാണ് പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി. അതേസമയം തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് ആരോപിച്ച് ഗോവർദ്ധൻ ഇന്ന് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കും. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി. സാരംഗ്, SIT ഒരു സൈഡിൽ വലിയ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവർ പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും അറസ്റ്റിലേക്ക് കടന്നത്. ഇനി ഇവരിൽ നിന്നാണ് നിർണായകമായ വിവരങ്ങൾ ഒരു പക്ഷേ കിട്ടാനിടയുള്ളത്, രേഖകൾ കിട്ടാനിടയുള്ളത്. ആരാണ് ഇത് ഏൽപ്പിച്ചത്, എന്തായിരുന്നു അവരുടെ ലക്ഷ്യം, അതിലൊരു ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നൊക്കെ ഇവരെ ചോദ്യം ചെയ്താൽ അറിയാൻ കഴിയുമല്ലോ. സ്വാഭാവികമായി SITയുടെ അടുത്ത നീക്കം എന്താണ്? ശ്രീജ, തീർച്ചയായും ഈ ഒരു സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട രണ്ടുപേർ, അതായത് ഈ ഒരു ഗോവർദ്ധനും ഒപ്പം തന്നെ ഈ രണ്ടുപേരാണ് പ്രധാനമായിട്ടും ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണപ്പാളി വിഷയത്തിൽ പ്രധാനമായും തുടക്കം തൊട്ട് തന്നെ ആരോപണ വിധേയരായിരുന്നു. വളരെ വൈകിയാണെങ്കിലും അവർ അറസ്റ്റിലേക്ക് കടന്നു. ഇപ്പോൾ അവരെ കസ്റ്റഡി അപേക്ഷയിലേക്ക് SIT സംഘം കടക്കുകയാണ്. ആ സമയത്താണ് ഇതിലെ ഗോവർദ്ധൻ ഒപ്പം ഈ ഒരു ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. അതിൽ തീർത്തും SITക്കെതിരെ അടക്കം ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു ജാമ്യാപേക്ഷയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് പ്രധാനമായും പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിൽ പോലും ഈ ഒരു സ്വർണം പിടിച്ചത്, അതായത് ഗോവർദ്ധൻ്റെ കയ്യിൽ നിന്നും സ്വർണം പിടിച്ചത് ഭീഷണിപ്പെടുത്തിയിട്ടാണെന്നും ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിൻ്റെ പിന്നാമ്പുറത്ത് നടത്തിയ എല്ലാ ഈ ഒരു പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. ഒപ്പം തന്നെ തൻ്റെ ഈ ഒരു സമ്പത്തിൻ്റെ 5 മുതൽ 6% വരെ ഈ ഒരു ശബരിമലയ്ക്ക് വേണ്ടി നീക്കി വെക്കാറുണ്ട്. അത് ഒരു പുണ്യപ്രവൃത്തി എന്ന നിലയിലാണ് ഈ ഒരു സ്വർണ്ണപ്പാളി അടക്കം ഈ ഒരു പ്രക്രിയയിൽ പങ്കാളിയാവാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം നിർബന്ധിച്ചത്. താൻ നിരപരാധിയാണെന്നടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇപ്പോൾ ജാമ്യാപേക്ഷയുമായി ഈ ഒരു ഗോവർദ്ധനം മുന്നോട്ട് വന്നിരിക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് ഇവർ രണ്ടുപേരെയും, പങ്കജ് ഭണ്ഡാരിയെയും ഒപ്പം തന്നെ ഗോവർദ്ധനെയും കസ്റ്റഡി അപേക്ഷ നൽകിക്കൊണ്ട് SIT മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിൽ ഈ ഒരു സ്വർണം, അതായത് പൂർണ്ണമായും സ്വർണം കണ്ടെടുക്കുക, ഇതിൽ ഏതൊക്കെ തരത്തിൽ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്, മാത്രമല്ല ഈ ഒരു ശബരിമലയുമായി ബന്ധപ്പെട്ട് അത് എളുപ്പത്തിൽ ഈ ഒരു സ്വർണം പുറത്തേക്ക് കൊണ്ടുപോയി ഈ ഒരു സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തുക എന്നത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ എത്രത്തോളം ഉന്നതരിൽ പങ്കാളികളായിട്ടുണ്ട്, ഗൂഢാലോചന ഏതൊക്കെ തലത്തിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ അറസ്റ്റിലായവരിലും ഭൂരിഭാഗം പേർ, അതായത് ബോർഡ് പ്രസിഡന്റുമാരടക്കമുള്ളത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും രാഷ്ട്രീയ തലത്തിലേക്കും മാത്രമല്ല ഈ ഒരു ഭരണതലത്തിലും ആരൊക്കെ ഈ ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ വിശദമായ ഒരു ചിത്രം തെളിയണമെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യലിലേക്കും, പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 2019 ബോർഡ് അംഗങ്ങളെ അടക്കം ഈ ഒരു ചോദ്യം ചെയ്യലിനും ഒപ്പം തന്നെ അറസ്റ്റ് ചെയ്യാനടക്കം നീക്കം ഇപ്പോൾ SIT നീങ്ങിയിരിക്കുന്നു. ഈ ഒരു ഹൈക്കോടതിയുടെ ഗുരുതരമായ ഒരു പരാമർശം, അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്ത് ഈ ഒരു അന്വേഷണത്തിൽ അലംഭാവം കാണിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ഗുരുതരമായൊരു വിമർശനം ഉയർത്തിയിരുന്നു. ഈ ഒരു സ്വർണം, ഈ ഒരു ഭഗവാന്റെ സ്വർണം കാക്കേണ്ടവർ തന്നെ അത് നശിപ്പിക്കുന്ന തരത്തിലേക്ക് നടത്തിയ ഒരു വലിയൊരു അഴിമതിയാണ് സ്വർണ്ണക്കൊള്ള എന്നൊക്കെയായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. അതിനുശേഷമാണ് വീണ്ടും SIT കൂടുതൽ ഊർജ്ജസ്വലരായിക്കൊണ്ട് ഈ ഒരു അറസ്റ്റിലേക്കും അതിനൊപ്പം തന്നെ ചടുലമായ നീക്കങ്ങളിലേക്കും കടന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇനി കൂടുതൽ ഉന്നതരിലേക്കും അന്വേഷണം എത്താനൊരു സാധ്യതയുണ്ട്. തുടക്കം തൊട്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്ത് തന്നെ ഈ ഒരു അന്വേഷണത്തിൽ ഒരു അലംഭാവം കാണിക്കുന്നു എന്ന് പ്രതിപക്ഷമടക്കം ആരോപണം ഉന്നയിച്ചിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനമടക്കം. അതിനുശേഷമാണ് ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻ ഉടമയിലും പിന്നെ ഗോവർദ്ധനെ അടക്കം അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇന്ന് തന്നെയാണ് ഈ ഒരു ഹൈക്കോടതിയിലേക്ക് ജാമ്യാപേക്ഷയുമായി ഗോവർദ്ധൻ നീങ്ങുകയും ചെയ്യുന്നത്. ഇതിൽ ഹൈക്കോടതിയുടെ തീരുമാനമടക്കം നിർണായകമാണ്. കാരണം ഈ ഒരു കൊള്ളയുമായി ബന്ധപ്പെട്ട് നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷ പരിഗണിക്കുമോ എന്ന കാര്യമടക്കം ചോദ്യമായി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കസ്റ്റഡി അപേക്ഷയിൽ എടുത്ത് കൂടുതൽ സ്വർണം കണ്ടെത്താനും ഒപ്പം തന്നെ ഇത് ഗൂഢാലോചനയിൽ പങ്കെടുത്തത് ആരൊക്കെയാണ്, എത്ര ഉന്നതരിലേക്ക് കാര്യങ്ങൾ ഇവരിൽ നിന്നും എത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത്. ശ്രീജ, ശരി. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ.